പൈലറ്റ് എന്ന സ്വപ്നമുള്ളിലേന്തി നടക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ എത്ര പേർക്കറിയാം യൂറോപ്പിൽ CPL അഥവാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിങ് എടുത്ത് കുറഞ്ഞ ചെലവിൽ ഒരു പൈലറ്റ് ആകാമെന്ന്? സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമല്ല, ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും പെർസെൻറ്റേജ് ഓഫ് മാർക്ക് തടസ്സമില്ലാതെ മിനിമം 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായപരിധിയിൽ ഈ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും EASA അഥവാ യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയുടെ CPL ലൈസൻസിങ് ഉപയോഗിച്ച് നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിലുള്ള ഏത് രാജ്യത്തും ഫ്ലൈ ചെയ്യാവുന്നതാണ്. പ്രോഗ്രാം കഴിയുമ്പോൾ നമുക്ക് പൈലറ്റ് മാത്രമല്ല, ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ആവാൻ പറ്റും, ഫസ്റ്റ് ഓഫീസർ ആവാൻ പറ്റും, എയർ ട്രാഫിക് കൺട്രോളർ, ക്യാപ്റ്റൻ, ഫ്ലൈറ്റ് അറ്റൻഡന്റ്, എയർ ആംബുലൻസ്, എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് ടെക്നീഷ്യനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 40 ഹവേഴ്സ് മുതൽ 65 ഹവേഴ്സ് വരെ ഫ്ലൈ ചെയ്യുമ്പോൾ PPL ആണ് കിട്ടുന്നത്, അതായത് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്. PPL കിട്ടിയ എനിക്ക് ഇൻഡിവിജ്വലി ഫ്ലൈ ചെയ്യാൻ പറ്റും. എന്നാണ് 200 ഹവേഴ്സ് ഫ്ലൈ ചെയ്യുന്നത്, ആ സമയത്ത് എനിക്ക് CPL കിട്ടും, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. അപ്പൊ എനിക്ക് പാസഞ്ചേഴ്സ് വെച്ച് ഓടിക്കാൻ പറ്റും, എനിക്ക് ഏണിങ്സ് കിട്ടും. ബട്ട് ഒരു കേസ് ഉണ്ട്, നമുക്ക് ATPL ആണ് ഏറ്റവും വലുത്. ATPL എന്ന് പറഞ്ഞാൽ എയർലൈൻ ട്രാൻസ്പോർട്ട് ലൈസൻസ്. ഓക്കെ, എന്നാൽ യൂറോപ്പിൽ എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരുമിച്ചിട്ടുണ്ട്. CPL ATPലും ഒരുമിച്ച്. ഈ പ്രോഗ്രാമേ 3 മാസം ഗ്രൗണ്ട് ട്രെയിനിങ്, ലാംഗ്വേജ് ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് പോളണ്ടിലേക്ക് ഫ്ലൈ ചെയ്യുന്നത്. പോളണ്ടിലാണ് മെയിനായിട്ട് ഫ്ലൈയിങ് ക്ലാസ്സസ് വരുന്നത്. പോളണ്ടിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ TRC കിട്ടും, ടെമ്പററി റെസിഡൻസ് കാർഡ് കിട്ടും, അതും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. വേറെ ഏത് വർക്കും